എൻ്റെ പേര് മുരളീകൃഷ്ണൻ. ഞാനിപ്പോൾ HCL സോഫ്റ്റ്വെയറിൽ ടെക്നിക്കൽ ലീഡാണ്, ടെലികോം R&Dയിലാണ്. ഞാൻ 2010-12 സമയത്ത് സരസ്വതി വിദ്യാലയയിൽ പഠിച്ചപ്പോഴാണ് ടീച്ചറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്യൂഷൻ വന്നത്. എനിക്ക് എൻജിനീയറിംഗ് ടെക്നോളജി ഫീൽഡിലായിരുന്നു ഒരു പാഷൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 9th and 10th ആണ്. അപ്പോൾ ഇവിടെ പഠിച്ചപ്പോൾ എനിക്ക് ടീച്ചറിൻ്റെ നിന്ന് കിട്ടിയ ബേസ് ആൻഡ് ഫൗണ്ടേഷൻ, അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാരണം +1 +2 ആയാലും അതിനുശേഷം എൻട്രൻസ് ആയാലും അതിനുശേഷം എൻജിനീയറിംഗ്, പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് IIT ഡൽഹിയിൽ നിന്നാണ്. അതിൽ വരെ എനിക്ക് ടീച്ചറിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അത് തന്നൊരു സ്ട്രെങ്ത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ടീച്ചർ ഇവിടെ വരുമ്പോൾ നമുക്ക് വളരെ വലിയൊരു ക്ലാസ് റൂമാണ്, ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും സ്റ്റുഡൻസിലായാലും പോലും നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടീച്ചറിൻ്റെ നിന്ന് കിട്ടിയിരുന്നു. ഓരോ സ്റ്റുഡൻസും എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ടീച്ചറിന് വളരെ നന്നായി അറിയാം. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത്, ടീച്ചർ പേഴ്സണലി വിളിച്ച് എന്ത് കറക്റ്റീവ് ആക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ വീക്കും ടീച്ചർ പറഞ്ഞു തരുമായിരുന്നു. ഓരോ ടെസ്റ്റ് കഴിയുന്തോറും നമ്മൾ എന്ത് മിസ്റ്റേക്കാണ് വരുത്തിയത്, എങ്ങനെയാണ് എഴുതേണ്ടത്. എസ്പെഷ്യലി ടീച്ചറിൻ്റെ ഒരു എക്സാം റൈറ്റിങ്ങിൽ ടീച്ചർ തരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത്, 10th എക്സാം ആയാലും അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റുകൾ, ഓരോ എക്സാംസും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഓരോ മാർക്കും എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഒരു എക്സാമിൻ്റെ ടൈം, അത് വെച്ചിട്ട് എത്ര മാക്സിമം സ്കോർ ചെയ്യാമെന്നുള്ളത് ടീച്ചറാണ് പറഞ്ഞു തന്നത്. അതെനിക്ക് ലൈഫിൽ ഒരുപാട് മുന്നേറാനും ഓരോ സ്റ്റേജിലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പഠിച്ചതാണ് എൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തതും എൻ്റെ ഒരു കരിയർ സക്സസിൻ്റെ എനിക്കൊരു ഹെൽപ്പായതും. അതുകൊണ്ട് താങ്ക് യു ടീച്ചറിൻ്റെ ബ്ലെസ്സിങ്സ് എനിക്ക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ജോയിൻ പ്രിയ ടീച്ചേഴ്സ് അക്കാഡമി.